നമ്മുടെ റെഡ് ക്ലോ ക്രൈഫിഷുകളുടെ വലുതായ കുഞ്ഞുങ്ങളിൽ ഏറ്റവും വലിയ സൈസിനെ ഞാനിപ്പോൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച നമ്മുടെ റെഡ് ക്ലോ ക്രൈഫിഷുകളുടെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന ദിവസമാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ്. കാരണം നിറച്ച് ട്രേകളും കാര്യങ്ങളൊക്കെ നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആദ്യത്തെ ട്രെയിൽ നിന്നാണ് നമ്മൾ ഇതിനെ കളക്ട് ചെയ്ത് ഇട്ടിട്ടുള്ളത്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ട്രെയിലാണ് കുഞ്ഞുങ്ങളിലെ ഏറ്റവും വലിയ സൈസ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പുറത്തെ 3 ട്രേകളിലും ഏകദേശം വലിയ സൈസ് തന്നെയാണ്. ഇതിൻ്റെ ഒരു 80% 90% സൈസ് വരുന്നതാണ് ബാക്കി 3 ട്രേകളിലും കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ട്രേയിൽ കിടക്കുന്നുണ്ട്, പിന്നെ ബേസിനിൽ കിടക്കുന്നുണ്ട്, തൊട്ടടുത്തുള്ള ക്രേറ്റുകളിൽ കിടക്കുന്നുണ്ട്, പിന്നെ ചെടിച്ചട്ടികളിൽ കിടക്കുന്നുണ്ട്. ചെടിച്ചട്ടികൾ ഞാൻ ഓൾറെഡി വാട്ടർ ചേഞ്ച് ചെയ്തു. അതിനകത്തും അത്യാവശ്യം സൈസ് ആയത് കിടക്കുന്നുണ്ട്, ഏകദേശം 5 എണ്ണം. ബാക്കി ഒരു 3-4 സൈസ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സാമ്പിൾ സൈസ് ആയിട്ട് ഏറ്റവും വലിയ സൈസിനെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. ബാക്കി 3 ട്രേകളിലും വലുത് തന്നെയാണ്, പക്ഷേ നമ്മൾ എല്ലാത്തിനെയും എടുത്ത് കാണിക്കുന്നില്ല. അത്യാവശ്യം നല്ല വർക്കുള്ള ദിവസമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ സൈസിനെ തന്നെ പിടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചത്. നല്ല ഫാസ്റ്റായിട്ടാണ് ഇവർ വളരുന്നത്. ട്രേകളിൽ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ക്യാമറ ആംഗിളിൽ കാണുമ്പോൾ എപ്പോഴും സൈസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 4 ഇഞ്ചാണ്. ഇതിൻ്റെ ടെയിൽ തൊട്ട് ക്ലോ എൻഡ് വരെ, അതിൻ്റെ കടിക്കുന്ന സാധനത്തിൻ്റെ എൻഡ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് സൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഹെഡ് ടു ടെയിൽ മാത്രമായിട്ട് അളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് സൈസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ലെങ്ത് ആണ് പറഞ്ഞത്. ഇതിൻ്റെ ബോഡി സൈസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല വണ്ണത്തിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വെള്ളിയാഴ്ചകളിലായിട്ട് നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. കാരണം ഇത്രയധികം ട്രേകളും കാര്യങ്ങളൊക്കെ നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്ത് റീഫിൽ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ്സ് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ റെക്കോർഡിംഗ് കൂടി ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് നമ്മൾ അപ്ഡേറ്റ്സ് ചെയ്യാറുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ്സ് ഇടാറുണ്ടായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ്സ് ഇടുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ വലുതായതിനു ശേഷം ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് നമുക്ക് തോന്നി. എന്തുകൊണ്ടാണ് മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും അപ്ഡേറ്റ്സ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആഴ്ചയും നമുക്ക് നല്ല രീതിയിലുള്ള സൈസ് ഡിഫറൻസ് കാണാറുണ്ടായിരുന്നു. ഇവർ ഷെല്ലൊക്കെ പൊഴിച്ച് നല്ല സൈസ് ഡിഫറൻസ് നമുക്ക് ഓരോ വെള്ളിയാഴ്ചയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ്സ് ചെയ്യാറുണ്ടായിരുന്നത്. ഇനി ഇവിടെ അങ്ങോട്ട് നമ്മൾ ഇതുപോലെ നല്ല സൈസ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ബോഡി ഷേപ്പും ക്ലോസും നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈസിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റും. ഇതിൻ്റെ ക്ലോസിൻ്റെ സൈസ് നോക്കിയിട്ട് ഇത് ഫീമെയിൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ക്ലോസ് അത് നല്ല വണ്ണത്തിലായിരിക്കും ഇരിക്കുന്നത്. ഫീമെയിലിൻ്റെ ആണെങ്കിൽ കുറച്ച് സ്ലിം ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിനെ കുറച്ച് സ്ലിം ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ഫീമെയിൽ ആകാനാണ് സാധ്യത. ഇവരുടെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷനൊക്കെ വളരെ ഈസിയാണ്. ഇതുപോലെ ക്ലോസ് നോക്കി നമുക്ക് മനസ്സിലാക്കാം. അടിഭാഗം നോക്കിയിട്ട് ഇവരുടെ ജെനിറ്റൽസ് നോക്കിയിട്ട് മനസ്സിലാക്കാം. പിന്നെ ക്ലോസിലുള്ള റെഡ് കളർ നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബ്രീഡിങ് എളുപ്പം തന്നെയാണ്. അല്ലാതെ നമുക്ക് പെയർ ആവുന്ന അല്ലെങ്കിൽ മെയ്റ്റ് ആവാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. മെയിലിനെയും ഫീമെയിലിനെയും പിടിച്ച് ഒരു കണ്ടെയ്നറിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ മെയ്റ്റായിട്ട് ബ്രീഡ് ആയിക്കോളും. ഇതുവരെ ഇവരെ വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ വലിയ സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ അവിടെ ഒരു ക്രേറ്റുകൾ ഇരിക്കുന്നുണ്ട്, ട്രേ ഇരിക്കുന്നുണ്ട്. ഇതിനെ ഞാൻ ട്രേ എന്നാണ് എടുത്തത്. ട്രേകളിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അത്രയും റിസൾട്ട് നമുക്ക് വലിയ സൈസുള്ള ക്രേറ്റിൽ കിട്ടുന്നില്ല. അപ്പുറത്ത് ഞാൻ വലിയൊരു ബ്ലൂ ബോക്സ് ഞാൻ കാണിച്ചില്ല നേരത്തെ, ആ ബ്ലൂ ബോക്സിൽ കിടക്കുന്നുണ്ട് ഒരെണ്ണം. അവരും വലുതാവുന്നുണ്ട്, പക്ഷേ ഇത്രയും ഫാസ്റ്റായിട്ട് വലുതാവുന്നില്ല. നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ട്രേകളിലാണ്. എനിക്ക് തോന്നുന്നു അത് ആ ചെറിയ സ്പേസും അതിനകത്തൊരു ഹൈഡിങ് സ്പോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഫുള്ളായിട്ട് സാൽവീനെ കവർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്പേസുകളിൽ അവർ ഹാപ്പിയാണ്. അതിനേക്കാൾ കൂടുതൽ സ്പേസ് കൊടുത്ത സ്ഥലത്തും അത്രയും റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. റിസൾട്ട് കിട്ടുന്നുണ്ട്, അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെയാണ് ക്രേറ്റുകളിലും വളരുന്നത്. പക്ഷേ ഇത്രയും ഫാസ്റ്റ് ഈ ട്രേകളിൽ അത്ര ഫാസ്റ്റ് നമുക്ക് ആ ഒരു ക്രേറ്റുകളിൽ, വലിയ സ്പേസുള്ള ക്രേറ്റുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വലിയ സ്പേസും കൊടുക്കേണ്ട കാര്യമില്ല. സിംഗിൾ പീസിനെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ട്രേയിലെ സ്പേസ് ഇനഫാണ്. ഈ കൂടുതൽ സ്പേസ് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അത് നമുക്ക് ഇതിന് ക്ലിയർ ആയിട്ട് മനസ്സിലായ ഒരു സംഭവമാണ്. അതായത് നമുക്ക് മൾട്ടിപ്പിൾ പീസുകൾ ഇടാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് തന്നെ വേണം, അല്ലെങ്കിൽ കണ്ടെയ്നർ തന്നെ വേണം. അതേസമയം സിംഗിൾ പീസിനെ നമ്മൾ ട്രേയിലിട്ടാലും അതിനേക്കാൾ വലിയ ഇരട്ടി സ്പേസ് ഉള്ള ഒരു കണ്ടെയ്നർ കൊടുത്താലും അതിൽ കിട്ടുന്ന റിസൾട്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ അതിന് എന്താണ് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അത്രയും സ്പേസ് കൊടുത്താൽ മതി. ആ സ്പേസിൽ തന്നെ നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടും. അല്ലാതെ നമ്മൾ അതിനേക്കാൾ ഇരട്ടി സ്പേസ് കൊടുത്തിട്ട് പെട്ടെന്ന് വലുതാവുമെന്ന് വിചാരിച്ചിട്ട് വലിയ സ്പേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗിൾ പീസിന് ഈ സെയിം റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. കാരണം അത് അതിന് ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് ആണ്. അപ്പോൾ ഇവർക്ക് വേണ്ട കറക്റ്റ് സ്പേസ് നമ്മൾ കൊടുത്താൽ മതി സിംഗിൾ പീസിനെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ. ഉദാഹരണത്തിന് ഇപ്പോൾ ട്രേയിൽ കിടന്ന് മാക്സിമം സൈസ് ആയതിനു ശേഷം നമ്മളൊരു സിംഗിൾ പീസിൻ്റെ എടുത്ത് ക്രേറ്റിലേക്ക് മാറ്റിയാൽ മതി. ഒരു 5 ഇഞ്ച് സൈസ് വരെയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ട്രേകളിലിട്ട് വളർത്താനായിട്ട് പറ്റും. അതീ കിടന്ന് ഗ്രോത്ത് വെക്കാത്ത ഒരു സ്റ്റേറ്റിൽ മാത്രം നമ്മൾ വലിയ സ്പേസിലേക്ക് മാറ്റിയാൽ മതി.
ട്രേക്കകത്ത് ഇവരെ ഹാൻഡിൽ ചെയ്തത് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചെറിയൊരു സ്പേസ് ആണ്, റെക്ടാങ്കിൾ ഷേപ്പാണ്, ഇവർക്ക് അത്യാവശ്യം കിടന്ന് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഒരു സിംഗിൾ പീസ് ഹൈഡിങ് സ്പോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് മതി ട്രേയുടെ ഉൾഭാഗത്ത് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാനായിട്ട്. അതേസമയം നേരത്തെ കാണിച്ച ഒരു ബ്ലൂ ക്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇരട്ടി എന്താ പറയുക പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വേണം അത് ഫ്ലോട്ട് ചെയ്യിച്ച് ഇടാനായിട്ട്, അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് ഫ്ലോട്ട് ചെയ്യിച്ച് ഷെയ്ഡ് കൊടുക്കാനായിട്ട്. നേരത്തെ കാണിച്ച ആ വലിയ ബ്ലൂ ബോക്സ് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് കൂടുതലും ബ്രീഡിങ്ങിനാണ്. ബ്രീഡിങ്ങിന് വളരെ സ്യൂട്ടബിൾ ആണ്. അതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ പീസ് ഹൈഡിങ് സ്പോട്ടും കൊടുത്ത് ഒരു മെയിലിനെയും ഫീമെയിലിനെയും ഇട്ട് കൊടുത്ത് ചെടികളിട്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ബ്രീഡിങ് നടക്കും. നമ്മൾ അങ്ങനെയാണ് മുമ്പ് ബ്രീഡ് ചെയ്യിച്ചത്. പക്ഷേ സിംഗിൾ പീസിന് എപ്പോഴും ട്രേകൾ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.